നന്ദിയുണ്ട് വിന്നിംഗ് ടീം ലീഡേഴ്സിനോട്. എന്റെ എക്സ്പീരിയൻസസും അതുപോലെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ്. ഇന്ന് കിട്ടാവുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം ഇത്രയും നല്ല പ്രസന്റേഷൻ നിങ്ങൾ കണ്ടു, ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മാഡം പറഞ്ഞു തന്നു, പ്രൊഡക്ട്സ് റേഞ്ചിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഓരോരുത്തർ പുതിയ വന്നിട്ട് ചോദിക്കുന്നത്, വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത്? 2025 വന്നോ, പുതുവർഷം വന്നോ, പുതിയ പുതിയ തീരുമാനങ്ങൾ, പുതിയ പുതിയ റെസൊല്യൂഷൻസ് പലവരും എടുക്കാൻ. പക്ഷേ ഇന്ന് ഇന്ത്യ ഫേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു മേജർ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, നമ്മളടുത്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാത്ത ഒരവസ്ഥ പല ഫാമിലീസിലുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ചിലർ പണ്ട് കാലങ്ങളിൽ സിംഗിൾ ഇൻകം ചെയ്യുന്നു, അച്ഛന് അധ്വാനിക്കുക, അമ്മ വീട്ടമ്മമായിട്ട് ജീവിക്കുന്നത്, കുറെ കുട്ടികളൊക്കെ വലുതാക്കി അവരെ എഡ്യൂക്കേഷൻ കൊടുത്തു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഫാമിലി റൺ ചെയ്യാൻ ഇന്നത്തെ സാഹചര്യ പ്രകാരം ഒരു 70,000 to 1 lakh rupees ഉണ്ടെങ്കിൽ മാത്രമുള്ള ഒരു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റുന്നുള്ളൂ. ഇത് നിങ്ങൾ പുതിയതായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് ദിസ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കണം. ഇതൊരു പ്ലാൻ പ്രസന്റേഷൻ മാഡം പ്രസന്റ് ചെയ്തു, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാണിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാരൊന്ന് ഹായ് നടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ കാലം നമ്മൾ മാറ്റും, അത് ഉറപ്പാണ്. സോ വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഗോൾഡൻ ഓർഗനൈസേഷൻ ആണ്, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ. സാധാരണ ഫാമിലിക്ക് പോലും ഇതിൽ കൂടെ ഗ്രോ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളിപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ, ഇപ്പൊ ഞാനൊരു എംപ്ലോയി ആയിരിക്കും, കുറെ ആൾക്കാർ എംപ്ലോയ്മെന്റ് മോശം പറയാൻ പറ്റില്ല. പക്ഷെ എംപ്ലോയ്മെന്റ് കാലം കഴിഞ്ഞു, ഇനി ആൻട്രപ്രനേഴ്സിന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർ തന്നെ, പണ്ട് കാലങ്ങൾ ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത് 30 ദിവസം പോയിട്ട് ജോലി ചെയ്യാം, ശമ്പളം വാങ്ങിയിട്ട് വീട്ടിലിരിക്കാം, ജോലിക്ക് പോവാം, ഇതൊക്കെയായിരുന്നു നമ്മള് പണ്ടത്തെ ഒരു ചുറ്റുപാട്. പക്ഷെ ഇന്ന് നടക്കില്ല. ഇന്ന് ഒരു എംപ്ലോയി കയറിയാൽ പോലും ഒരു ആൻട്രപ്രനർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിലോ ആ എംപ്ലോയിന്റെ ആ പ്രവൃത്തിയിലൊക്കെ കൊടുക്കും. പക്ഷെ ഇവിടെ നമുക്ക് എന്താന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് സ്കിൽസ് ആദ്യം വേണ്ട. നമ്മളിതിൽ എൻട്രി എടുക്കുന്നത്, ഇതിലേക്ക് എൻട്രി ചെയ്യുന്നത്, ഈ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യുന്നത് ഫ്രീ എൻട്രി ആണ്. എന്ന് വെച്ചാൽ 18 വയസ്സുള്ള ആൾക്ക് ഇതിൽ എൻട്രി ചെയ്യാം. ഇതിനുള്ളിൽ വന്നിട്ട് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് സ്കിൽഡ് ആക്കിയുള്ള ലീഡർഷിപ്പ് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാ വീക്ക്നെസ്സിനും ഹൈഡ് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ നിങ്ങൾക്ക് ലീഡേഴ്സ്, അപ്ലൈൻസോ സ്പോൺസേഴ്സും കൊണ്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി നിങ്ങളിൽ എന്തെങ്കിലും നല്ല വശം കണ്ടിട്ടാണ് നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചത്. നമ്പർ 2, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് അറിഞ്ഞല്ലോ, ഇന്ന് ഒരിക്കലും ആ ബിസിനസ് നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്കിൽസ്, കേപ്പബിലിറ്റി, കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവണം. പക്ഷെ ഇവിടെ നമുക്ക് വിന്നിംഗ് ടീമിന്റെ ടൂൾസ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 to 5 years ലോങ് ടേം ഈ ബിസിനസിന് പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഇൻഡസ്ട്രി ഭയങ്കര പവർഫുൾ ആണ്. ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടോ ഇല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ മെറ്റീരിയൽ ആകെപ്പാടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നല്ല സ്വപ്നമുണ്ടോ, ആ സ്വപ്നത്തിനെ ചേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്, അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ എൻറ്റയർ വിന്നിംഗ് ടീം ലീഡേഴ്സ്, സ്പോൺസേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. സോ എത്ര പേര് പുതിയതായിട്ട് വന്ന ആൾക്കാർ റെഡിയാണ്? അങ്ങനെ റെഡിയായ ആൾക്കാർ നിങ്ങൾ നാളെ തന്നെ പറ്റുമെങ്കിൽ നാളെ രാവിലത്തെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങി നിങ്ങൾ വന്നിരുന്ന് എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ലിറ്ററേച്ചേഴ്സ് തരും, സ്റ്റാർട്ടർ കിറ്റ് തരും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞിരും. ഇൻഡസ്ട്രി ഞാൻ പറയണെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ വരുന്ന ഓരോ ഇൻഡസ്ട്രി, ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വന്നു, കമ്പ്യൂട്ടർ ഇൻഡസ്ട്രീസ്, കമ്പ്യൂട്ടേഴ്സ് വന്നു, വെൽനസ് റെവല്യൂഷൻ വരുന്നു, ഓരോരോ ബാങ്കിങ് ഇൻഡസ്ട്രി ആയിരുന്നു, അതൊക്കെ വന്നെങ്കിലും എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വന്നത് നല്ലോണം പഠിച്ച് നല്ലൊരു ജോലിക്കാരനാവണമെന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഒരു ജോലിക്ക് പോയാൽ പോലും നിങ്ങൾക്ക് സമയം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യണം, നിങ്ങൾ സമയം കൊടുക്കണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ ടൈമിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, മാൻ പവറിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ആകെ ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഈ ബിസിനസ് ഇന്ന് ജോയിൻ ചെയ്ത് നാളെ പൈസ കിട്ടും, ഇല്ലെങ്കിൽ മറ്റന്നാൾ പൈസ കിട്ടും എന്നുള്ള ഒരു സ്കീം പോലത്തെ ഒരു ആക്ടിവിറ്റി അല്ല. ഇതൊരു ലോങ് ടേം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 2 മുതൽ 5 വർഷം വരെ കാണാൻ പറ്റുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും, അതുപോലെ സസ്റ്റൈനബിൾ ചെയ്യണം, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടണം, മാൻ പവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇന്ന് നിങ്ങൾ സമയം കൊടുത്തിട്ടാണ് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ആദ്യം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം എടുക്കാൻ പറ്റും.
സോ ഇന്ന് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോവിഡിന് മുൻപ് ആഫ്റ്റർ കോവിഡ് ആൻഡ് ബിഫോർ കോവിഡിന് മുൻപ് ആൾക്കാരുടെ ലൈഫ് പാറ്റേൺ ഓഫ് തിങ്കിങ് അല്ല, ചിന്തിക്കുന്ന രീതിയല്ല ആഫ്റ്റർ കോവിഡ്. ശ്രദ്ധിച്ചു കാണാം, കുറെ ആൾക്കാർ സൂമിൽ വന്ന്, കുറെ ആൾക്കാർ സ്കിൽഡായി, കുറെ ആൾക്കാർ സ്പെൻഡിങ് പവർ കൂട്ടി, അവര് ഹെൽത്തിൽ വളരെ ഫോക്കസ്ഡ് ആയി, ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി, ഡോക്ടേഴ്സ് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഡോക്ടേഴ്സ് ഇതുവരെ ഫാർമസ്യൂട്ടിക്കലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ വെൽനെസിനെ കുറിച്ചും സപ്ലിമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്നു. നിങ്ങൾ തന്നെ അനുഭവിച്ചറിയാം. നിങ്ങൾ ആഫ്റ്റർ കോവിഡ് കഴിഞ്ഞ ശേഷം ഒരുപാട് സൂം മീറ്റിംഗ് വന്നു, വാട്സപ്പ് വന്നു. മീൻസ് എന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഡ്രിവൺ മാർക്കറ്റ് ആയിപ്പോയി. ദാറ്റ് ഈസ് ടെക്നോളജിനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ പുതിയതായിട്ട് വന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നു 10 വർഷം 20 വർഷം മുൻപ് നമുക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കി സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും? കാരണം ഇതിലിപ്പോ ഇരിക്കുന്നവരിൽ പലരും ദുബായിൽ നിൽക്കുന്നുണ്ട്, ഇപ്പൊ ഷാജി മിത്തർ ദുബായിൽ നിൽക്കുന്നുണ്ട്, നമ്മൾ മഞ്ചേരി നിൽക്കുന്നുണ്ട്. ഒരു കണക്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിനെ നമ്മൾ നെറ്റ്വർക്കിംഗ് എന്നാ പറയുന്നത്. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പലർക്കും നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പേര് ചീത്ത പോലെ തോന്നുന്ന ഫീലിംഗ്. നോ, CNN എന്ന് പറഞ്ഞ കേബിൾ ന്യൂസ് നെറ്റ്വർക്ക് ഉണ്ട്. നമുക്കറിയാം ഇന്ന് ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം എല്ലാത്തിനും നെറ്റ്വർക്കിന്റെ പവർ കൊണ്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം പണ്ട് നമ്മൾ ഗ്യാസ് സിലിണ്ടറായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതായത് ഗ്യാസ് പൈപ്പ് വന്നു. സോ നമ്മുടെ ബിസിനസ്സിന് എന്താണ് പവർ എന്ന് പറഞ്ഞാല് നമ്മളൊരു പൈപ്പ് ലൈനാണ് ബിൽഡ് ചെയ്യുന്നത്. ഒരു പൈപ്പ് ഇട്ട് കൊടുക്കുകയാണ്, ആ പൈപ്പ് കൂടെ നിങ്ങൾക്ക് ഇൻകം ഫ്ലോ ചെയ്യും. നൗ ക്വസ്റ്റ്യൻ, ഞാൻ ഇവിടെ ഇരിക്കുന്ന പുതിയതായിട്ട് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് പോകാൻ പണ്ട് കാലം ഞാനും കുളിച്ചിട്ടുണ്ട്. ബക്കറ്റ് കിണറ്റിന്ന് മുക്കിയിട്ട് വെള്ളം കൊണ്ട് കിണറ്റിന്ന് ബക്കറ്റ് കൊണ്ട് കുളിച്ചിട്ടുണ്ട്. ബക്കറ്റ് കൊണ്ട് വെള്ളം കോരുന്നതാണ് ഇഷ്ടം, അത് പൈപ്പ് കൊണ്ടാണ് കോരുന്നത്. പൈപ്പ് കൂടെ വരുന്ന വെള്ളമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പൈപ്പാണ് ഇഷ്ടമാണെങ്കിൽ ബീനിടുക, ബക്കറ്റാണെങ്കിൽ ബീനിടുക. ഉണ്ടാവും, രണ്ടും മോശമൊന്നുമല്ല. പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം സ്പീഡ് ഉണ്ടാവും. ബക്കറ്റ് കൂടെ എടുക്കുമ്പോൾ നിങ്ങൾ മസിൽ പവർ യൂസ് ചെയ്യണം. നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് വരുന്ന കുറച്ച് കാലങ്ങളുടെ. താങ്ക് യു ഷാഹുൽ. ബക്കറ്റ് കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ഇത്രയും കൂടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു 5-6 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങളെ ടീമിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ കൂടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് ബെനിഫിറ്റ് ആവും. നൗ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇനി വരുന്ന ഈ പുതിയതായിട്ട് വന്നവരോട് ഞാൻ ചോദിക്കുന്നത്, വരുന്ന 1 വർഷം 2 വർഷം നിങ്ങൾ ഇൻകം 2 lakhs പ്ലസ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്ട്രഗിൾ ചെയ്യും. കാരണം നിങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ് നാഷണൽ ഹൈവേസ്. ഇപ്പൊ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുടെ ഹൈവേസ്. ഈ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ കൂടെ പോകുന്ന വണ്ടികളുടെ സ്പീഡ് ഭയങ്കര ഹൈ ആയിരിക്കും. അതുപോലെ സർവീസ് റോഡ് കൂടെ പോകുന്ന വണ്ടിക്ക് സ്പീഡ് കുറയും. വെസ്റ്റീജ് ബിസിനസ് 2030 വരെയുടെ നാഷണൽ ഹൈവേ പോലെ ഏറ്റവും നല്ല റോഡ്സ് പോലെ പ്ലാറ്റ്ഫോം സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് വിഷൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മച്ച് മണി യു ക്യാൻ ഡിറൈവ് ഫ്രം ദാറ്റ്. എത്ര പൈസ നിങ്ങൾക്ക് വേണം തീരുമാനിക്കാം. വെസ്റ്റീജ് കൂടെ ഏറ്റവും സാധാരണ അപ്പൂപിക്കുന്നവരും 2 ലക്ഷം 3 ലക്ഷം വാങ്ങുന്നുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം മനോജ് തലശ്ശേരിയിലെ എഞ്ചിനീയർ ദുബായിലായിരുന്നു, അദ്ദേഹം ഈ നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഭരതേട്ടനുണ്ട്, 72 വയസ്സിലെ 75 വയസ്സിലെ വ്യക്തി ബിസിനസ് ചെയ്യുന്നുണ്ട്. അവര് മകന് ബിസിനസ് ചെയ്ത് സുധീഷ് പറഞ്ഞാൽ. അപ്പൊ ജ്യോതിഷ് സയന്റിസ്റ്റ് ആണ്, അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാവരും ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത് ആർക്കും ചെയ്യാം, പക്ഷെ എല്ലാവരും ചെയ്യില്ല. സോ നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ വാട്ട് ഈസ് ദ മെയിൻ റീസൺ? നിങ്ങളുടെ റീസൺ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ സ്പോൺസർ പറഞ്ഞാൽ അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാവും. നമ്മളതിനെ ചിന്തിച്ചാൽ മതി, വെറുതെ ചിന്തിച്ചാൽ അറിയാം. നമ്മളൊരു ജോലിക്ക് പോകണമെങ്കിൽ ഒരു ജോലിയിൽ നമ്മൾ എക്സാമിനേഷൻ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പോയി ജോലി കിട്ടിയാൽ എത്ര ഇൻകം കിട്ടും? ഹയർ സ്കിൽഡ് ആണെങ്കിൽ ഒരു 50, 70, 1 lakh വരെ കിട്ടായിരിക്കും. അവിടെ നമ്മൾ സ്കിൽസ് പഠിച്ച് സ്കിൽസ് ഉണ്ടാക്കിയ ശേഷം എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഈ ബിസിനസ്സിൽ ഒരു സ്കില്ലില്ലെങ്കിലും ഉള്ളിൽ വന്ന ശേഷം സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ മതി. സോ ഈസ് ഇറ്റ് നോട്ട് ഇൻട്രസ്റ്റിംഗ്? നിങ്ങൾക്ക് ഒരു റീസണും ഇതിൽ കാണുന്നത് ചെയ്യാൻ പാടില്ല. കാരണം ഇന്ന് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, സപ്പോസ് ഇന്ന് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ പോയ ഒരാൾ കാർ ഡ്രൈവിംഗ് ഇപ്പൊ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞാൽ അത്ര സ്പീഡിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല. സോ ഇന്ന് നിങ്ങൾ ഈ ബിസിനസ്സിൽ സൈൻ ചെയ്ത് വരുന്ന 1 വർഷം 2 വർഷം നിങ്ങൾ കമ്മിറ്റ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈങ് സ്പോൺസേഴ്സും വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം ഫോളോ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 1 to 2 lakhs ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 1 or 2 years ധാരാളം മതി. കാരണം സിസ്റ്റം പ്രൂവൺ ആണ്, കമ്പനി പ്രൂവൺ ആണ്, ട്രാക്ക് റെക്കോർഡ് ക്ലിയർ ആണ്, പ്രൊഡക്റ്റ് ക്ലിയർ ആണ്, വൈറ്റാലിറ്റി ക്ലിയർ ആണ്, വൈറ്റൽ സയൻസ് ഉണ്ട്, മാനേജ്മെന്റ് ക്ലിയർ ആണ്, 2030 പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിന്. ആകെ ക്വസ്റ്റ്യൻ എന്നെ എങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ സെറ്റ് ചെയ്യാൻ പറ്റും മാത്രം നോക്കിയത്. സോ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന നിങ്ങളെ വിളിച്ച ആൾക്കാർ, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത നിങ്ങളെ ലീഡേഴ്സിനോട്, നിങ്ങളെ സ്പെഷ്യലി നിങ്ങളിൽ എന്തെങ്കിലും നല്ല ഗുണം കണ്ടിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാകുക. സോ ഇന്ന് എടുക്കേണ്ട ഒരു തീരുമാനം 2025 ഈസ് ദ ഇയർ ഓഫ് എക്കണോമിക് പ്രോഗ്രസ്. എല്ലാ ഏരിയയിലും എക്കണോമിക് ബൂം വരും. സോ നമ്മുടെ മന്ത്ലി ഇൻകം കൂടണം. ഇന്ന് ഏറ്റവും വലിയ ആൾക്കാർക്ക് ചലഞ്ച് എക്സ്പെൻഡിച്ചർ ഇൻകം അല്ല. അപ്പൊ എക്സ്പെൻഡിച്ചറിനെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യിപ്പിക്കണേ. ഈ വെസ്റ്റീജ് ഇസ് ദ ഓൺലി പ്ലാറ്റ്ഫോം വേർ യു കെൻ ഗെറ്റ് മോർ ദാൻ 450 റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. നമ്പർ 1. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമാണ്, നമുക്കൊരു കാർ വേണം, ഒരു വീട് വേണം, ഒരു ഫോറിൻ ട്രിപ്പ് വേണം. മാഡം വ്യക്തമായിട്ട് പറഞ്ഞു, ഇതെല്ലാം തന്നെ ഇതിൽ അവൈലബിൾ. വെസ്റ്റീജിൽ എത്ര ഇൻകം വാങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, വളരെ പൊട്ടൻഷ്യൽ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് നിന്ന് ഒരു ടീം വർക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, സപ്പോസ് ദർ ഇസ് എ സ്മോൾ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും നാട്ടുകാരോട് സൂചിപ്പിക്കരുത്. കാരണം നാട്ടുകാർ ഒരു സാധനം ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ 2000 ഇൻഡസ്ട്രിയിൽ വന്നെങ്കിലും 2005 ആകുമ്പോൾ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് വിട്ടതാണ്. സ്റ്റേറ്റ് ബാങ്ക് നല്ല ഒരു ഓർഗനൈസേഷനാണ്, പക്ഷെ സ്റ്റേറ്റ് ബാങ്ക് മോശമായിട്ടൊന്നല്ല ഞാൻ വിട്ടത്. പക്ഷെ എനിക്ക് മനസ്സിലായ ഇൻഡസ്ട്രി പൊട്ടൻഷ്യൽ ഉണ്ട്, ഈ ഇൻഡസ്ട്രിക്ക് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ നല്ല വശം എന്ന് പറഞ്ഞാൽ എനിബഡി വിത്ത് എ ഹ്യൂജ് ഡ്രീം, ഒരു നല്ല സ്വപ്നമുള്ള ഒരു വ്യക്തിക്ക് ലൈഫിന് സിഗ്നിഫിക്കന്റ് ആയിട്ട് പോകണം താല്പര്യമുള്ള ആൾക്കാർക്ക്, വളരെയധികം നല്ല ലൈഫ് വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് പേഴ്സണൽ ടച്ച് ചെയ്യാം, ഹൈടെക് ഉണ്ട്, മൊബൈൽസ് നല്ലതായി. സോ വാട്ട് ഈസ് യുവർ നെവർ മേക്ക് എൻ എക്സ്ക്യൂസ്. 2025 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ദർ ആർ ഹ്യൂജ് ലീഡേഴ്സ്.